അവിടെ ആരെയും പകുത്തുവെക്കലില്ല, ആരെയും മാറ്റി നിർത്തലില്ല, ആരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആട്ടിയോടിക്കാനുള്ള അജണ്ടകൾ ഉണ്ടായിരുന്നില്ല. ലോകം കണ്ട മഹാമനുഷ്യർ മനുഷ്യരെ മുഴുവനും ചേർത്തുപിടിച്ച ആളുകളാണ്. നമ്മുടെ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതമായി മാറുന്നതും അങ്ങനെയാണ്. വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ചാൽ, നോർത്ത് ഈസ്റ്റ് മുതൽ ഇങ്ങോട്ട് സഞ്ചരിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ കിഴക്കേ തല മുതൽ സഞ്ചരിച്ച് പടിഞ്ഞാറേ അറ്റത്തെ തീരപ്രദേശങ്ങളിൽ വരെ എത്തിയാൽ എത്രയോ സംസ്കാരങ്ങളിലുള്ള മനുഷ്യരുണ്ട്, എത്രയോ സമുദായങ്ങളിൽപ്പെട്ട മനുഷ്യരുണ്ട്, എത്രയോ സാംസ്കാരികമായ വൈവിധ്യങ്ങളുള്ള മനുഷ്യരുണ്ട്. ആ മനുഷ്യർ അധിവസിക്കുന്ന, അവരെയെല്ലാം ചേർത്തുപിടിച്ച മനോഹരമായ ഒരു രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ രാജ്യത്തെ പുതിയ വർത്തമാനങ്ങൾ പക്ഷേ ഈ മനുഷ്യരെ ഒക്കെയും പകുത്തുവെക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, സമൂഹത്തിന്റെ നടുവിൽ നടപ്പാക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട പല പദ്ധതികളും വ്യത്യസ്തങ്ങളായ പേരുകളിലൂടെ ഇന്ന് സമൂഹത്തിന്റെ നടുവിൽ നടപ്പാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നപ്പോ രാജ്യമൊട്ടാകെയുള്ള ജനങ്ങൾ ബഹളം വെച്ചു. കാര്യമെന്താണ്? പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പലപ്പോഴും വർഗീയവൽക്കരണം കടന്നു വരുന്നുണ്ട്, ചരിത്രങ്ങൾ വക്രീകരിക്കപ്പെടുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൊന്നും പേരില്ലാത്തവരെ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് കുത്തിക്കയറ്റുവാനുള്ള ശ്രമങ്ങളുണ്ട്. രാജ്യം മുന്നോട്ട് വെക്കുന്ന